എന്റെ പൊന്ന് തങ്കം കുറെ നേരമായി ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്തെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഒരു മിനിറ്റ്. കൊട്ടിയിരിക്കുന്നത് എന്തോന്ന് സ്വഭാവം ഇത്? അടങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടില്ലേ? അതെങ്ങനാ തള്ളമാര് പഠിപ്പിക്കണം. എന്തു അമ്മേ? ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നത് കൊച്ചും ചെറുക്കനും ഞാനും കൂടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞതാണ് ഇങ്ങോട്ട്. അടുപ്പത്ത് ഇരിക്കുവാണ്, വേഗട്ടെ. എന്റെ അമ്മേ, അമ്മേ പറയണോണ്ട് ഒന്നും തോന്നരുത്. ഇപ്പൊ കൊറേ നാളായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. എന്നെ ക്രൂരയാക്കാൻ നോക്കരുത്. പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ കാര്യം പറഞ്ഞേക്കാം, ആവശ്യമില്ലാതെ. അമ്മ പണ്ടത്തെ പോലെയാണോ ഇപ്പൊ? പിന്നെ ഞാൻ എങ്ങനെ ഉച്ചയും കുത്തി നടക്കുന്നത്? ഉച്ചയും കുത്തി തന്നെ അമ്മ നടക്കുന്നത്. എന്തോ നാടി നീ പറയുന്നത്? പറ കാര്യം. പണ്ടത്തെ അമ്മയാണെങ്കിൽ ക്ഷമിച്ചിരിക്കും, മക്കളെ എന്തായി അവിടെ ആയോ എന്ന് ചോദിക്കും. ഇപ്പൊ അമ്മ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയുടെ നേരിയത് കഞ്ഞി മുക്കി തന്നില്ലേ, എന്നിട്ട് ആ പച്ച നേരിയതിൽ കഞ്ഞി കുറവാന്ന് പറഞ്ഞ എന്തൊക്കെ പറഞ്ഞമ്മ? എന്തൊക്കെ പറഞ്ഞേടി? കഞ്ഞി കുറവാണെന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? ഇങ്ങനെയല്ല പറഞ്ഞത്. നിനക്ക് എന്തുവാടി, നിനക്ക് അറിയാൻ പാടില്ലേ? കുറെ നാളായാലോടി നീ കഞ്ഞി മുക്കാൻ നടക്കുന്നത്. ഇങ്ങനെയാണോ കഞ്ഞി മുക്കാൻ പറഞ്ഞിങ്ങനെ? അങ്ങനെ തന്നെയാണ് അമ്മമാര് മക്കളോട് സംസാരിക്കുന്നത്. പ്രായമായി വരുമ്പോ അങ്ങനെ. ഇവനോട് പറഞ്ഞതോ? എന്തോന്ന്? ഇവൻ എന്താണ് പറഞ്ഞ് വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ അവൻ കാര്യമല്ലോ. എന്തോന്ന് വഴക്ക് പറഞ്ഞു? എപ്പോഴും പറഞ്ഞു? ഞാൻ നിന്നെ എന്തിനാ വഴക്ക് പറഞ്ഞു? എന്തോ വഴക്ക് പറഞ്ഞു? ഞാൻ പറമ്പിൽ പോയപ്പോ അമ്മൂമ്മ എന്നെ വഴക്ക് പറഞ്ഞല്ലോ. എന്റെ ദൈവമേ, അതാണ് ഇത്ര വലിയ കാര്യം എടുത്ത് വെച്ചിരുന്ന. പാമ്പും പിള്ളേരെ ഓടി എടുക്കുന്ന സ്ഥലമാണ്. കൊച്ചി ഇറക്കാൻ അതിന്റെ കീഴങ്ങനെ ചെന്ന് കയറുമെന്ന് പേടിച്ചു. അമ്മ പറയണതെല്ലാം കാര്യമാണ്. അമ്മയ്ക്ക് അത് ഇച്ചിരി സമാധാനത്തിൽ പറയണേന് എന്തെങ്കിലും തരണോ? ആ പ്രായമായി വരുമ്പോ ഒരു ഇച്ചിരി ഇതൊക്കെ വന്നെന്നിരിക്കും. അത് മക്കൾ ക്ഷമിച്ചേ പറ്റും. ഇച്ചിരി ഒന്നുമല്ല, ഞാനൊക്കെ ക്ഷമിക്കും. അപ്പുറത്ത് ലില്ലി പെണ്ണോ, അവർക്ക് ഇത് ക്ഷമിക്കേണ്ട കാര്യം എന്താ ഉള്ളേ? ഞാൻ നേരെ വെളുത്താ ഇരുട്ടുന്നവരെ ചാടിക്കടിച്ചോണ്ടിരിക്കുന്നെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാ എന്തെങ്കിലും ഒരു പോം വഴി കണ്ടുപിടിക്കും. നിങ്ങൾ പിടിച്ചേരി. നല്ല പിന്നെ ഞാനെന്തോ പറയാനാ? വാ തുറന്നാ ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എന്നെ എങ്ങനെ ആവശ്യമില്ലാത്ത പറഞ്ഞ് വരുത്തരുതേ. ഞാൻ പറഞ്ഞേ. ഇല്ല എനിക്ക് തെറ്റിപ്പോയതാ. ഒരു 500 രൂപ കടം തരാൻ കാണും. പോവല്ലേ? 5000 രൂപ കിട്ടുമ്പോ അതിൽ നിന്ന് ഒരു 500 രൂപ കടം തരാൻ കാണും. 5000 രൂപ നിങ്ങൾക്ക് ഞാൻ ഒപ്പിച്ച് തരും. അപ്പൊ 500 രൂപ കമ്മീഷൻ തരാൻ പറ്റുമോ? അതാ ചോദിച്ചത്. 5000 രൂപ എവിടെ ഇരിക്കുന്നു? 5000 രൂപ കിട്ടാനുള്ളൊരു മാർഗമുണ്ട്. കിട്ടുമെന്ന് 500 രൂപ കിട്ടുവാണെങ്കിൽ നോക്കാം. കണ്ട, മാസികയിൽ പുതിയ പങ്ക്തിയാണ്, പുരുഷന് തുല്യം സ്ത്രീയോ. കോമ്പറ്റീഷനാ. ഇതിനകത്തോട്ട് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ഭർത്താക്കന്മാർ വീട്ടിൽ നിൽക്കുന്നതോ ജോലി സ്ഥലത്തോ ഉപയോഗിക്കുന്ന ഡ്രസ്സിൽ നിന്ന് നല്ല രീതിയിലുള്ള ഫോട്ടോ അയച്ചു കൊടുത്താൽ 5000 രൂപ ഫസ്റ്റ് പ്രൈസും കിട്ടും. ഈ മാസിക ഫ്രണ്ട് പേജിലെ ഫോട്ടോ അടിച്ചു വരികയും ചെയ്യും. അതിനൊക്കെ കിട്ടാൻ ജോലിയൊന്നുമില്ലല്ലോ. ജോലിയുടെ അല്ല, വീട്ടിൽ നിൽക്കുന്ന പുറത്ത് വന്നപ്പോൾ വീട്ടിൽ നിൽക്കുന്ന പുള്ളിയും പോരും ഒക്കെ ഉള്ള ഷർട്ടില്ലേ, അല്ലേ വെള്ളം വെള്ളിട്ടോണ്ട് എടുത്താലോ? അതിട്ടാലോ വെള്ളേ? എന്തോത്തിന്? എനിക്ക് വേറെ ഒരു ജോലി ഇല്ല. വേണേ പേക്കൂത്ത് കാണിക്കാൻ നടക്കുന്നത്. ഈ മാന്യതയായിട്ട് വീട്ടിൽ നിൽക്കുന്ന വിഷം ഇട്ടിട്ട് നടന്നാൽ മതി. ഭർത്താവിന്റെ വേഷം ഇടാൻ വേണ്ടിട്ടല്ലേ? പിന്നെ ഇതിന് ഇതാക്കി 5000 രൂപ കിട്ടുമേ. നീയൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്തിനാ? നിന്റെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യും നീയൊക്കെ. ഞാൻ പറയുന്ന എല്ലാം കുറ്റമല്ലേ? ഞാനൊന്നും പറയുന്നില്ല. അമ്മേ, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. സോറി. കുഴപ്പമില്ല, ചുമ്മാ പറഞ്ഞതാ ഞാൻ. സോറി. എൻ്റെ പൊന്നല്ലേ, എൻ്റെ സുന്ദരി എന്നെ ചീത്ത പറഞ്ഞു. എനിക്ക് വർത്താനം പറയുമ്പോ ആലോചിച്ചൊക്കെ വർത്താനം പറയണ്ടേ? പ്രായമായ സ്ത്രീകളോട് സംസാരിക്കുമ്പോ ആർക്ക് പ്രായമായി? അയ്യോ എന്റെ ദൈവമേ, അതൊന്ന് കഴിഞ്ഞു പോകും. ഹലോ, അറിയോ? പല പരിചയമുണ്ട്. പിന്നെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് നീ പോണത്. പൈസ മാത്രം. നീ ബാക്കിയൊന്നും എന്റെ തരത്തില്ല. പൈസ അയച്ചാ 1.5 കിലോമീറ്റർ പട്ടി കണക്കിന് നടന്നു വന്നതിന് പിന്നെ കൈക്കൂലിയോ? ചാപ്പാടും തരും. പിന്നെന്തോ വേണം? ഏത് നേരം അത് തന്നെ. തീരെ വേണ്ട, കൈക്കൂലി വേണ്ട ഒരു പരിപാടി. എന്നെ സഹായത്തിന് വിളിക്കാൻ മോനുണ്ട്. നീ പോടാ. നിനക്ക് സൗകര്യം ഇല്ലെങ്കിൽ നീ വാങ്ങിച്ചോളൂ. എപ്പോഴും രാത്രി അങ്ങോട്ട് പോകുമ്പോഴേ വിളിക്കണ്ട. 2 തട്ടിദാശ മേടിച്ചോണ്ട് വേണം, അന്നേരം ഞാൻ കൊണ്ടുതരാം. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോണ്ട് തരണം. അല്ലെങ്കിൽ നീ വാങ്ങിച്ചോണ്ട് തരണ്ടേ? ഞാൻ വിളിച്ച് പറയും, ഇനിയും പറയും, എടാ പോയി വാങ്ങിച്ചോണ്ട് വിടാൻ. സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോണ്ട് തരാം. സൗകര്യം ഇല്ലെന്ന് ഞാൻ അങ്ങ് തിരിച്ചു ഇല്ലെങ്കിൽ വേണ്ട. ഞാനിവിടെ പട്ടിണി കിടക്കും. മരുന്നില്ലേ എനിക്കില്ലെന്നും പറഞ്ഞു. അമ്മേ, കുറച്ച് മുന്നോട്ട്. തെറ്റേ. ഓക്കെ. ഇനി വേറെ ആംഗിള്. ഇനി വേറൊരു പോസ്. മുണ്ടെടുക്കട്ടേടാ. ഉടുക്കണ്ട, അങ്ങനെ കൈ പിടിച്ച അങ്ങനെ. എന്താ കുഞ്ഞിക്കുള്ള ദിലീപോ? അതെ,
ഇത് രാഷ്ട്രീയക്കാർക്ക് ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ടല്ല, ആ പരിപാടിയിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇതൊന്നിനും അയച്ചു കൊടുത്താ പോരെ? അധികമല്ല, ഒന്ന് നിവർന്ന് അങ്ങോട്ട് നിന്ന്. ആ നല്ലൊരു ചിരിതായ എന്നെ നോക്കുന്നു. ആ മതി മതി, ധാരാളം. എന്ത് ധാരാളം ആയില്ലൊന്നും. അല്ല വേണ്ടത് ഞാൻ എടുത്തിട്ടുണ്ട്. നിനക്ക് എത്ര ധൃതി? അതെ, അങ്ങേരുടെ വസ്ത്രം എടുത്തിട്ടുണ്ടെന്ന് ഇമാതിരി ഇത് കാണിക്കുന്നുണ്ടെ ഓടി വന്ന് എന്നെ പറഞ്ഞ് പുറങ്ങാവിളേക്ക് വിടും. എടാ പൊട്ടാതല്ലടാ പറഞ്ഞത്, ക്ലീറ്റോ കക്കൂസിലാന്ന്. ഈ വരുന്ന കിടക്കുമെന്നല്ലോ, കാര്യം സാധിച്ചു. എന്നാണെങ്കിലും 1.5 മണിക്കൂർ എടുക്കും. നീ ഫോട്ടോ എടുത്തേ. ഇതിപ്പോ എനിക്ക് പണിയാ. എന്തോ എവിടെ ഇവിടെ ഉണ്ട്, മാവിന്റെ വീട്ടില്. എന്തോന്നടി ഇത്? ഓ എന്തോന്നാ ഇവിടെ? അതെ, ഒരു കാര്യമുണ്ട്. അപ്പൊ ഇത് അതൊരു പരിപാടി. ഇതെന്താണെന്ന് അറിയാമോ? ഷർട്ടും മുണ്ടും. എന്റെ യൂണിഫോം. വെറും ഷർട്ടും ഉണ്ടല്ലടാ എന്റെ യൂണിഫോം. ഒരു വെള്ളയും വെള്ളയും. നിനക്ക് വെറും വെള്ളമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അതല്ല. എന്റെ ചോരയാണ്, എന്റെ അധ്വാനാണ്, എന്റെ എല്ലാം കൊണ്ടുപോയി. ഞാൻ ക്ലീറ്റോന്റെ എല്ലാം അല്ലേ? ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭാര്യയെന്ന മക്കളെന്നോ അല്ല, എന്റെ യൂണിഫോം എടുത്ത് കളിക്കരുത്. നേരെ പറഞ്ഞില്ല ഇത് എടുക്കണ്ട, കൊണ്ടുവിടാൻ പറഞ്ഞിട്ടാ ഞാനിത് ചെയ്തത്. അങ്ങനല്ല, ഇത് സ്ത്രീ പുരുഷന് തുല്യം എന്ന് പറയുന്ന ആ ഒരു മാസികയുടെ ഒരു ഇതുണ്ടല്ലോ, മത്സരം. അപ്പൊ അതിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ. അപ്പൊ ഭർത്താവിന്റെ ഭർത്താവിന്റെ ഇനി എന്ത് സ്ത്രീ എടുത്തിട്ടാണ് സ്ത്രീ തന്നെ, സ്ത്രീ പുരുഷനാവൂല. അല്ലാതെ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോ സമ്മാനം കിട്ടുമല്ലോ. ഇതെടുത്തിട്ട് കോപ്രായം കാണിക്കാനുള്ളതാണ്. തക്കുടിന്റെ എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമോ? കളിക്കരുത് റൊണാൾഡോ, നീ ആവശ്യമില്ലാതെ പെണ്ണുങ്ങൾ അത് പറഞ്ഞ് പ്രലോഭിപ്പിക്കരുത്. ഞഞ്ഞായി ഇരിക്കണടി, ഞഞ്ഞായി. നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് നൈറ്റി സാരി അതാണ്, അതങ്ങോട്ട് ഇട്ടാ മതി. ഇതെടുത്തിട്ട് അങ്ങ് ആണാവൂന്നുള്ള. ഇതിന് കുഴപ്പമുണ്ട്. കാണണി, ഇത് തോന്നിയ ദിവസം കാണിച്ചേക്കണത് എങ്ങനെയുണ്ടടാ? ഇതെങ്ങനെയുണ്ട്? കൊള്ളാലേ? അയ്യോ പിന്നെ അത്ര നന്നായിട്ടൊന്നുമില്ല, എനിക്ക് ബോറായിട്ടാ തോന്നുന്നു. കാര്യം ചെയ്ത് നിന്റെ പെങ്ങളെ പാന്റ് ഷർട്ടും കഴിച്ച് റോട്ടിൽ കൊണ്ട് നിർത്തറേ. ഒന്നല്ല, എനിക്ക് ബോറായിട്ടാ തോന്നിയേക്കുന്നത്. ഇതെന്തിനാ ഇട്ടത്? ഒരു കാര്യം ചെയ്ത് നീ എങ്കിൽ നാളെ നൈറ്റ് ഇട്ട് ഇറങ്ങടേ, പെണ്ണുങ്ങൾക്ക് ഇത് കൂടറേ. ഒത്തിരി നേരത്തേക്ക് ഫോട്ടോ എടുക്കാനാ. എന്തിനെടുത്ത്? ഓ ഒന്നിനും അല്ല. ഇതേ ശരിക്കും പറഞ്ഞാലേ, ശരിക്കും പറഞ്ഞാ എന്താ, എനിക്ക് എന്റെ ഭർത്താവിന്റെ വേഷത്തിൽ ഒന്ന് നടത്തണമെന്ന് തോന്നി. ഞാൻ ഫോട്ടോ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞു. അതെ, ഭർത്താവിന്റെ ഒപ്പം നിൽക്കാണ്, ഭർത്താവിന്റെ മേളിൽ കയറാനാണെന്നുണ്ടെങ്കിൽ നടക്കൂല. നീ കൊണ്ട് ഊരിയിടത് ഇല്ല. സമാധാനത്തില് മര്യാദയോടുകൂടി എന്നോട് വർത്താനം പറ. ഞാൻ ഈ ഒരു മുണ്ട് ഷർട്ട് കൊടുത്തെന്ന് വെച്ച് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് നഷ്ടപ്പെട്ടു? നിങ്ങളുടെ 5 സെന്റ് ഭൂമി ഞാൻ കൊണ്ടൊന്നും വിറ്റൊന്നുമില്ലല്ലോ. പിന്നെ കൊണ്ടുപോയി മര്യാദക്ക് തേച്ച് റെഡിയാക്കി വെച്ചില്ലേ എന്റെ വിധം പറഞ്ഞ ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള കാര്യം ഞങ്ങൾ തീർത്തോ. അതെ അതെ, ഭർത്താവ് അങ്ങനെ തീർക്കണ്ട. ഇത് തൊട്ടുള്ള കളി വേണം. ഇത് ഞാൻ അഴിച്ചു തരാം. അത് ആർക്ക് വേണം? പിന്നെ അവക്ക് അതുപോലെ ഇത് വെള്ളയും തന്നെ ഒരിക്കലും അതിലൊന്നും എത്തൂലടി. ആ പവിത്രത നിനക്കില്ല, ആ ലെവലിൽ നീ എത്തില്ല. തങ്കം, വലിയ വെള്ളത്തിലെടുക്കാതെ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് പെട്ടെന്ന് ഊരി വെച്ചോളാം. വേണ്ട, ഇനി നോക്കിക്കോ കനക, നീയും കേട്ടോ. എന്നോട് ഇത്രയും ദേഷ്യത്തിൽ പറഞ്ഞ കാരണം ഞാൻ ഇത് മുഴുവൻ ഇതിട്ടുണ്ട് നടക്കും. എന്ത് ചെയ്യണോന്ന് വിവരം അറിയോ? അത്രേ ഉള്ളു. അച്ചാച്ചനൊന്നും അങ്ങോട്ട് വരണം, എനിക്കൊന്ന് ഒരു കാര്യം പറയാനുണ്ട്. പോയിട്ടുണ്ടെങ്കിൽ നിന്നെ കൊല്ലും. എന്തൊന്നുമില്ല, മമ്പക്കോ ഫോട്ടോ എടുത്തേ ഉള്ളൂ. പാവം ഇവിടെ തലവെട്ടാൻ ആങ്ങള, അവിടെ കഴുത്ത് ഞെരിക്കാൻ പെങ്ങള്. ഞാൻ തോന്നണം പറ. നീ നാത്തൂന്റെ കൂടെ നിൽക്കണം, ചേട്ടത്തിയമ്മയുടെ കൂടെ. എന്റെ അടുത്തുനിന്ന് ഒളിച്ചു വെച്ച കാര്യം എന്താന്ന്? ഞാനൊന്നും ഒളിച്ചു വെച്ചില്ല. എന്താ ഒളിച്ചു വെച്ചെന്ന് പറ ചേച്ചാ, സത്യം പറ. എന്താ അവിടെ നടന്നത്? എവിടെ? ഞാൻ അറിയാത്ത എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചേച്ചി അങ്ങനെ വേഷം കെട്ട് നിക്കത്തില്ല. അതോ, അത് ലില്ലിപ്പേട്ട ഒന്നും പറയണ്ട. ഞാൻ രാവിലെ പുട്ടും കടലയും കഴിച്ചോണ്ടിരുന്നപ്പോ ഇവര് കാണാൻ അച്ഛമ്മയുടെ ഡ്രസ് ഇട്ടോണ്ട് വരുന്നു. എന്നിട്ട് പറഞ്ഞടാ നിന്റെ ക്യാമറ കൊള്ളാലോ, 3-4 ഫോട്ടോ എടുത്തു തരാം. അങ്ങനെ ഫോട്ടോ എടുത്തേ. എന്ത് കഴിച്ചോണ്ടിരുന്നപ്പോ? പുട്ടും കടലേ. അതിനെന്താ അവിടെ പുട്ടും കടലേ അല്ലായിരുന്നല്ലോ? അല്ല, ദോശ ചമ്മന്തി. പുട്ടും കടല.
ദോശ ചമ്മന്തി ഉപ്പുമാവ്. അത് അവർക്ക്, ഞാൻ ഉപ്പുമാവ് കഴിക്കത്തില്ല, അതുകൊണ്ട് തങ്കച്ചേട്ടൻ എനിക്ക് ദോശ ചമ്മന്തി ഉണ്ടാക്കി തന്നു. ഒന്നുമല്ല, അച്ചാച്ചൻ എന്തോ കാര്യം ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ചേച്ചി വെള്ളയും ഇട്ട് നിന്നത്. നിന്റെ നാത്തൂന് പ്രാന്ത്, അതിന് കൊട പിടിക്കാൻ ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആർക്കാ പ്രാന്തെന്ന് ഞാൻ തെളിയിച്ചു തരാം. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. പറയത്തില്ല അല്ലേ? അപ്പൊ എനിക്ക് എന്തായാലും അറിയാം. ഇനി അച്ചാച്ചൻ പറയണ്ട. വേണ്ട. എന്നോടില്ലേ പല പ്രാവശ്യം ഇവിടെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, എടി നിന്റെ ആങ്ങളേക്ക് ആയിരിക്കും, പക്ഷെ ചോറ് ഇവിടെയും കൂറ് അവിടെയാണെന്ന്. അത് സത്യമാണ്. ഓരോ ദിവസം ഓരോ നിമിഷം അച്ചാച്ചൻ അത് തെളിയിച്ചോണ്ടിരിക്കുക. ഞാനല്ലേ അച്ചാച്ചന്റെ പെങ്ങള്? ആണോ? ചേച്ചിയാണോ? എന്നിട്ട് എന്നോട് എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നുണ്ട് നിങ്ങൾ. ഞാൻ വരുമ്പോഴത്തേക്ക് സംസാരിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിർത്തും. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ടേ. ഞാൻ സത്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ക്ലീറ്റോ ചേട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്താലും അച്ചാച്ചൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ത്? വേണ്ട, അങ്ങനെ സംസാരിക്കരുത്. അച്ചാച്ചന് ഓർമ്മയില്ലാഞ്ഞിട്ടാ. കുട്ടിക്കാലത്ത് എന്തോരം കാര്യങ്ങൾ ഞാൻ അച്ചാച്ചന് വേണ്ടി ചെയ്തിട്ടുണ്ട്, എന്തോരം തല്ലുകൊളുത്തരം ചെയ്തിട്ടുണ്ട് അച്ചാച്ചൻ. എത്ര പ്രാവശ്യം കൊച്ചപ്പച്ചനെ അടിക്കാൻ പിടിച്ചിട്ടുണ്ട്. മറന്ന് ഞാൻ കേറി വട്ടം നിൽക്കും. എത്ര അടി എന്റെ കാലിൽ കൊണ്ടുണ്ടെന്ന് അറിയാം. എന്റെ പാട് ഇപ്പോഴും ഉണ്ട്. എല്ലാം നല്ല വ്യക്തമായിട്ട് എന്റെ ചങ്കിനകത്ത് ഉണ്ടല്ലേ. ഒന്നുമില്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല ഈ ചങ്കിന്റെ അകത്ത്. അച്ചാച്ചൻ എന്നെ എത്ര വർഷമായിട്ട് കാണാൻ തുടങ്ങിയതാ? ജനിച്ച നാള് പോലെ കാണുന്നതല്ലേ? ഞാൻ അച്ചാച്ചനെ എങ്ങനെയാ കാണുന്നത്? അച്ചാച്ചനെ പോലെ. എന്റെ ക്ലീറ്റോ ചേട്ടനും അതിനും വലുതായിട്ടാ ഞാൻ. എന്നാ പറ, എന്താ കാര്യം? അത് പിന്നെ അത് പിന്നെ ഒരു പുതിയൊരു മാസികക്കകത്തെ പുരുഷന് തുല്യം സ്ത്രീയോ എന്ന് പറയുന്ന ഒരു പുതിയ പങ്ക്തി തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വീട്ടിലെ വീട്ടമ്മമാര് നല്ല രീതിയിലുള്ള ഫോട്ടോ, അതായത് ഭർത്താക്കന്മാര് വീട്ടിലോ ജോലി സ്ഥലത്തോ ഇടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ഫോട്ടോ എടുത്ത് അയക്കുവാണെങ്കിൽ നല്ല ഫോട്ടോയ്ക്ക് 5000 രൂപയും ഫ്രണ്ട് പേജിൽ ഇത് അടിച്ചു വരുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് അവർ പിന്നെ മറ്റമ്പോഴും ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വലിയപ്പൻ്റെ അടുത്ത് പറയാനിരിക്കുമ്പോഴായിരുന്നു നിങ്ങൾ അങ്ങോട്ട് വരുമായിരിക്കും. എത്ര പ്രാവശ്യം ചോദിച്ചു അച്ചാച്ചനോട്, എന്തോ കാര്യമുണ്ട് എന്നോട് ഒളിക്കുന്നുണ്ടെന്ന്. അപ്പോഴൊന്നും പറഞ്ഞില്ല. ഞാൻ ഈ കുട്ടിക്കാലം തൊട്ടുള്ള ചരിത്രം മൊത്തം പറയേണ്ടി വന്നു. അച്ചാച്ചൻ ഈ കാര്യം എന്നോട് പറയും. അത് ലില്ലിപ്പടന്റെ അടുത്ത് പറയില്ലെന്ന് നങ്ങചേട്ടത്തി പറഞ്ഞപ്പോ ഞാൻ പിന്നെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോ അതെനിക്കറിയാം. പറഞ്ഞൊന്നും പറയരുത്. മതി ചെല്ലു. ഓരോരുത്തരുടെ സ്നേഹം എനിക്ക് മനസ്സിലായി. അത് അങ്ങനെ പറയരുത്. ഇവിടെ ഉണ്ട്. എന്നെ അറിയിക്കാതെ ഉള്ള പ്ലാൻ. അവിടെ നിന്നേ. എന്താ എടാ, നിന്നെ ഈ ആളുകൾ പാഷാണത്ത് കൃമി എന്ന് വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതും സ്നേഹം കൊണ്ട് കളിയാക്കി. അല്ല, സ്നേഹം കൊണ്ട് കളിയാക്കുന്നതല്ല, പരദൂഷണവും നുണയും കൊണ്ട് കിടക്കുന്നുണ്ട്. ഞാനതിന് ആരോട് എന്ത് പരദൂഷണം പറഞ്ഞു? ആരോടെ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. എടാ, തങ്കം വിശ്വസിച്ച് നിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് എന്തോ പറഞ്ഞു. ആരുടെയും പറയരുതേന്ന് പറഞ്ഞല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ലില്ലി എടുത്ത് പറഞ്ഞില്ലേ? ലില്ലി എനിക്ക് തങ്കഞ്ഞേട്ടത്തിൽ ലില്ലിയും എന്റെ പെങ്ങന്മാരല്ലേ, അപ്പൊ പിന്നെ അങ്ങോട്ട്. എടാ, പെങ്ങളല്ല ആങ്ങളല്ല ആരായാലും പറഞ്ഞാ പറഞ്ഞതായിരിക്കണം. അങ്ങനെ പറയാൻ പാടില്ല. എന്നെ ഒരുപാട് നിർബന്ധിച്ചപ്പോ ഞാനങ്ങ് അറിയാതെ. അത് പാടില്ല. ആണായാലും പെണ്ണായാലും പാടില്ല. ഒരു മനുഷ്യനടുത്ത് പറയുമെന്ന് പറഞ്ഞാൽ പറയരുത്. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. തല പോയാലും പറയരുത്. അതാ വേണ്ടിയത്. അതെ, ആണ്. വാക്ക് പറഞ്ഞാൽ വാക്കാണ്. തല പോയാലും പറയരുത്. പെൻഷനകത്തുനിന്ന് ഇച്ചിരി പൈസ ക്ലീറ്റോ മച്ചമ്പി കടം ചോദിച്ചത് രഹസ്യമായിട്ട് പറഞ്ഞാലും നിങ്ങൾ എന്തിന് കനക മച്ചമ്പി എടുത്ത് പറഞ്ഞേ? അന്നേരം ഈ വാക്കവിടെ പോയി. അല്ല, അത് പിന്നെ അതെന്റെ മോനായതുകൊണ്ട് പറഞ്ഞതാ. അന്നേരം ഈ വാക്കിന്റെ ഒരു വിലയില്ലേ? പിന്നെ അത് പ്രായമായവർ ചിലപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. അത് വലിയ വിഷയമൊന്നുമല്ല. അതുപോലെയാണ് അവിടെ ചെറുപ്പക്കാരനായ നീ ഇത് റോഡിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പറയും ദോ വരുന്ന നുണ എന്നോ അറിഞ്ഞാ നാണക്കേടല്ലേ നിനക്ക്? പ്രായമായവരായാലും പ്രായം കുറഞ്ഞവരായാലും നുണയും പരദൂഷണം പറഞ്ഞ അതേപോലെ പെൻഷൻ എടുക്കാൻ റോഡേ കൂടെ പോകുമ്പോ നുണച്ചിത്തള്ള നാട്ടുകാർ ഇതേപോലെ പറയും. ഞാൻ ആരാണെന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. അതേപോലെ എനിക്കും അറിയാം ഞാൻ ആരാണ്. പിന്നെ നിന്നെ അങ്ങനെ തന്നെ പറയുന്നത് തീറ്റി മാടായി. ഉപദേശത്തിന് നന്ദി മാതാവേ. പോകാമല്ലോ. അല്ല, ഇത് ഞാൻ കനകന്റെ കൂടെ പറഞ്ഞത്. ഇത് എവൻ എങ്ങനെ അറിഞ്ഞത്?
സാറേ ഞാൻ വീട്ടിൽ ഇല്ല ഇന്നിനിപ്പോൾ എങ്ങോട്ടും ഇറങ്ങണില്ല. ഫോട്ടോയാ? എടാ എൻ്റെ ഫോട്ടോ ഇല്ലെങ്കിലും അടിപൊളി തന്നെ. തങ്കത്തിൻ്റെ വാട്സപ്പ് DP ഞാൻ വിളിക്കാം അങ്ങോട്ട്. ഞാൻ നോക്കട്ടെ, ഞാൻ വിളിക്കാം. ഓ ഇവിടെ തങ്കം ഇങ്ങോട്ട് വന്നേ. വരുവാ. കുറച്ച് കഷ്ടമാണ്. ആ തുണി ഒന്ന് ഉണങ്ങിയോ നോക്കാൻ വേണ്ടി പോയതാ ഞാൻ. എന്റെ കർത്താവേ, നീ ഇതുവരെ മാറ്റിയില്ലേടി? ഇല്ല. നീ എന്ത് നിന്റെ അടുത്ത് ഞാൻ കുറെ നേരമായിട്ട് പറയാണ്. ആ മര്യാദക്ക് ഞാൻ മാറ്റിയിട്ടേനെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് ഭയങ്കര ദേഷ്യം. ഞാനിത് മാറിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങ് തിളച്ച് മറിയൂന്നല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ ദേഷ്യം കണ്ടിട്ടേ ഞാൻ മാറും. നീ എന്റെ വിധം മാറ്റരുത്. ഞാൻ നിന്റെ അടുത്ത് മര്യാദയായിട്ട് പറയണം. കുറെ നേരമായിട്ട് ഇത് കളിക്കാനുള്ള ഡ്രസ് അല്ല ഇത്. ആ ഞാൻ കളിക്കല്ലോ, ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. അതെ, നീ ഫോട്ടോ ഈ യൂണിഫോം അങ്ങനെ നിന്റെ തോന്നിയാസനുള്ളതല്ല. ഇതൊരു പുണ്യവസ്ത്രമാണ്. ഈ പുണ്യവസ്ത്രം ഇട്ടിട്ട് നിങ്ങൾ എന്തോരം തോന്നിയാസം കാണിക്കുന്നു. ഞാനൊരു ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ നാട് നീളെ പറ്റിക്കുന്നുണ്ട് ആൾക്കാർക്ക്. നീ കൂടുതൽ അങ്ങ് കാട് കയറണ്ട. ആ നീ നിന്റെ വാട്സപ്പ് DP-യിൽ ഈ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഈ ഡ്രസ് ഇട്ടിട്ട്. ഇട്ടു. എന്റെ കർത്താവാണ്, നിനക്ക് എന്തിന്റെ കുഴപ്പമാണെടി? എന്താന്നേ നീ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ടാണ് നിന്റെ. ഞാൻ അത് മാറ്റടി. ഒരു രക്ഷയില്ല. ഞാൻ കുടുംബശ്രീയിലെ ഗ്രൂപ്പിലും അല്ലാത്ത ഗ്രൂപ്പിലൊക്കെ ഇട്ടു. എല്ലാവരും നല്ല രസമുണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് ഭയങ്കര രസം തന്നെ. ഇപ്പൊ ഇത് ഇട്ടോണ്ട് ഞാൻ തന്നെ നിങ്ങൾ ഇരുന്നേക്കാളും നല്ലത്. അയ്യോ ആണെങ്കിൽ ഞാൻ അങ്ങ് സഹിക്കാം. ഞാൻ എന്റെ ജോലി അതിനാണ് ഞാൻ ഇടണേ. എന്നിട്ട് ഫോൺ എവിടെ? എന്തിനാ ആവശ്യമുണ്ട്? ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം. എനിക്ക് പുറത്തിറങ്ങി നടക്കണം. നീ കളിക്കരുത്. നീ ഡിലീറ്റ് ചെയ്യണോ ഞാൻ ചെയ്യണോ? തങ്കം കളിക്കരുത്. എന്റെ ആങ്ങളെ വന്നിട്ടുണ്ട്. ഞാൻ ശരിയാക്കും. നിങ്ങൾ വാ. മര്യാദക്ക് ഫോൺ എടുത്തോടി. പിന്നെ കാര്യം പറഞ്ഞത് ഇതിനെന്താടാ കുഴപ്പം? ഏത് ഈ ഉടുപ്പ് ഇത് കുഴപ്പമില്ല, രാവിലെ പറഞ്ഞല്ലേ. പറഞ്ഞു കൊടുക്കും. എനിക്ക് അവന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. നീ കളിക്കാതെ ഫോൺ എടുത്തോണ്ടാണോ പറഞ്ഞത്? ഇല്ല, ഫോൺ എടുക്കൂല. തങ്കം നീ കളിക്കാൻ മര്യാദ കൂടി. ഞാൻ നാണം കെടുത്തു വന്ന്. പിന്നെ അല്ലാതെ പിന്നെ ഈ മാതിരി തോന്നിയാസം കാണിച്ചിട്ട് നീ ഫോൺ എടുത്ത് ഡിലീറ്റ് ചെയ്യലുണ്ടോ? എന്താ ഇതിലേക്ക് ഇപ്പൊ നല്ലതല്ലേ? ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലതാണ്. തമാശ കളിക്കരുത്. എന്റെ ഈ യൂണിഫോം എടുത്തിട്ട് എവള് ഫോട്ടോ എടുത്ത് മറ്റേ കുടുംബശ്രീയിലും ഫേസ്ബുക്കിലും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് അതിനിപ്പോ ഇത് വെള്ളം ഇട്ട് നടന്നപ്പോ എന്താണ് കുഴപ്പം? കുഴപ്പം കാണൂലടാ നിനക്ക്. നാട്ടുകാരെല്ലാവരും പറഞ്ഞു നല്ലതാ. നീ മനുഷ്യന് മാത്രം. ഞാൻ ദേഹത്തോട്ട് കളിക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ദേഹത്തോട്ട് കളിക്കരുതെന്ന് ഇതിന്റെ കാര്യം പറഞ്ഞ എന്റെ കൈ തിരിച്ച് പിടിച്ച് ഒടിച്ചു വെച്ചേക്ക്. വേദനയാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും പറയണേ നേരിട്ട് പറഞ്ഞോ. നിന്റെ കൈ ഒടിഞ്ഞൊന്നുമില്ലല്ലോ. പിന്നെ നിനക്കെന്താ? ഓ പിന്നെ അയ്യോ ഈ തോന്നിയാസം കാണിച്ചിട്ട് കാണിക്കണത്. നീ പോയി ഊരേടേ. ഇല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കണം. ഭാര്യ ഭർത്താവിന് കുറച്ച് ബഹുമാനം കൊടുക്കണം. ഭാര്യക്ക് മനസ്സിലായില്ലേ? അതാണ് വേണ്ടത്. എവളെ ബഹുമാനിക്കാൻ എവിടെ കിണറ്റിടാണ് വേണ്ടത്. ഈ കാണിക്കണം നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇതൊന്നും നിനക്കെന്തിനാ അധികാരം? എനിക്കിവിടെ ഒരു അധികാരവും ഇല്ല. പക്ഷേ ഈ വഴക്കിനിടയ്ക്ക് സംസാരിക്കാൻ അധികാരമുള്ള ഒരാൾ എന്റെ കൂടെ വന്നിട്ടുണ്ട്. ആ വിശ്രമം കണ്ട് ഞെട്ടരുത്. ആക്കാം ഫരചന്ദ്രൻ IPS കാണു. കളക്ക് സൂപ്പർ. എവിടെ പോയിരുന്നു? ചേച്ചിയുടെ അടുത്ത്. ഈ വേഷം ഏട്ടാ, ചേച്ചി ഈ ഡ്രസ്സിൽ ഫോട്ടോ എടുത്ത് കുടുംബശ്രീയുടെ ഗ്രൂപ്പിലിട്ട്. എന്റെ പൊന്നോ, സുലിച്ചേച്ചിയുടെ ഒരു 5-6 മെസ്സേജ് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് സുലിച്ചേച്ചിനെ കാണിക്കാൻ വേണ്ടി പോയത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ. സുലിച്ചേച്ചി പറഞ്ഞ് ചേച്ചി ഈ ഡ്രസ് ഇട്ട് ഫോട്ടോ എടുത്താലും സത്യം സൂപ്പർ ആയിട്ടുണ്ട്. കൊള്ളാം അല്ലേ? ഇതിലും നല്ലതാ. ഞാൻ എന്നിട്ട് അപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കി അതിലിട്ട് പിന്നെ ഞങ്ങളുടെ കുടുംബശ്രീയിലെ ഗ്രൂപ്പിലിട്ട്. ഈ യൂണിഫോം ഇട്ടിട്ടാ? അതിനെന്ത് കുഴപ്പം? യൂണിഫോം ആണത്. ഈ യൂണിഫോം ഇട്ട് യോഗ ഫോട്ടോ എടുക്കാമെങ്കിൽ ഈ യൂണിഫോം ഇട്ട് യോഗ ഫോട്ടോ എടുത്ത് എന്താ ഇതുപോലെയാണ് അത്.
ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ എടാ വെള്ളം വെള്ളിട്ട് നാട്ടിൽ എത്ര പേര് ഇറങ്ങി നടക്കുന്നത് അതുപോലെയാണ് യൂണിഫോം. എടാ കാക്കിയിട്ടുണ്ട് എത്രയോ പേര് ഇവിടെ നടക്കണം ഓട്ടോറിക്ഷ അതാണോ ഓടിക്കണം. നോക്കടാ പേര് നോക്കാനകത്ത്. എടാ പേരില്ലെങ്കിലും നാട്ടുകാർക്കെല്ലാം അറിയാം ഇത് എന്റെ യൂണിഫോം ആണെന്ന്. അപ്പൊ അതിന് കുഴപ്പമില്ല. നീ ആരോചിച്ചിട്ടാണ് ചെയ്തത്? കേറി നോനോ, സ്ത്രീകളോട് പ്രത്യേകിച്ച് ഭാര്യമാരോട് വളരെയധികം ബഹുമാനം കാണിക്കണം. നമ്മളിത് എടുത്തിട്ടെന്നല്ലേ ഉള്ളൂ, എന്ത് കുഴപ്പം. സൂപ്പർ.